പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്നി താഴ്വരയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ ഏറെ സ്നേഹത്തോടെ നമുക്ക് സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. സ്നേഹത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ ആയിരുന്നു നാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഈ ഗ്രന്ഥം രചിക്കാനിടയായ സാഹചര്യങ്ങളിലേക്ക് നാം ഒന്ന് എത്തി നോക്കുകയാണ്. ഇന്നത്തെ ചർച്ചകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ, തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും നമ്മുടെ ഈ ചർച്ചകളിൽ നമുക്ക് ഏറെ സുപരിചിതനുമാണ്. അദ്ദേഹം പ്രസിദ്ധ എഴുത്തുകാരനും വചനപ്രഘോഷകനുമായിരിക്കുന്ന സാറിനെ ഇന്നത്തെ ചർച്ചകളിലേക്ക് ഏറെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശ്ശൂർ അതിരൂപതയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമ ഗ്രേസ്, ഹോളി ഫാമിലി സന്യാസ സമൂഹാംഗമാണ്. ഏറെ വർഷങ്ങളായി കുടുംബജീവിതങ്ങളെ സഹായിക്കുകയും കൗൺസിലിംഗ് രംഗത്ത് തൻ്റെ സുത്യർഹമായ സേവനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ നീമ ഗ്രേസിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ പ്രബോധനത്തിൽ പാപ്പ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് ജീവൻ്റെ സുവിശേഷം. 95 കുടുംബങ്ങളുടെ പാപ്പ എന്നറിയപ്പെട്ടിരുന്ന ജോൺ പോൾ മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചക ശബ്ദം എന്ന തരത്തിൽ ജീവൻ്റെ സുവിശേഷം ഇവാഞ്ചലിയം വിത്തെ എന്ന പേരിൽ 995 രചിച്ച ഏറ്റവും ശക്തമായ ഒരു പ്രവാചക ശബ്ദമാണ് ഈ പ്രബോധനം. ഈ പ്രബോധനത്തിൻ്റെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവൻ്റെ സുവിശേഷം രചിക്കാനുണ്ടായ 1995 മാർപ്പാപ്പ ഇങ്ങനെയൊരു പ്രബോധനം രചിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചിട്ട് മാഷൊന്ന് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ ഇതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ജീവനെതിരായ പ്രവൃത്തികൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മാസ് ജനോസൈഡുകൾ. ചെക്കോസ്ലോവാക്യയുടെ ഒരു ഭാഗമാണ് സ്ലോവേനിയൻസ്. അവരുടെ ഇടയിലുള്ള വംശീയ ഹത്യകൾ, റുവാണ്ടയിലുള്ള വംശീയ ഹത്യ, പല സ്ഥലത്തും ഒരു ജനതയെ അങ്ങനെ തന്നെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിനെ മരണ സംസ്കാരം എന്നാണ് അതിനെ വേറൊരു രീതിയിൽ അദ്ദേഹം മൊത്തമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊരു വശത്ത് വംശഹത്യ, മറ്റൊരു സ്ഥലത്ത് യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ കാരുണ്യമതം, വയസ്സായവർക്ക് സ്വയം മരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. മറ്റൊരു സ്ഥലത്ത് ഭ്രൂണഹത്യ, വേറൊരു സ്ഥലത്ത് സ്വവർഗരതി. ഇതുപോലെയുള്ള ജീവനെതിരായ അനേകം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഇത്തരം കാര്യങ്ങൾ ലോകത്തിൻ്റെ ആരംഭം മുതലുണ്ടല്ലോ, പിന്നെ എന്താണ് ഈ 95 മാത്രം ഇത്ര പ്രത്യേകത? അതിന് ഒരു 10-20 കൊല്ലം മുമ്പ് തൊട്ടുള്ള ഒരു പ്രത്യേക പ്രക്രിയ നാം ശ്രദ്ധിക്കണം. വ്യഭിചാരം ചെയ്യുക എന്നത് ലോകത്തിൻ്റെ ആരംഭം മുതലുണ്ട്. പക്ഷെ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ സമൂഹം അത്തരം പ്രവൃത്തിക്കെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് വ്യഭിചാരം ചെയ്യുന്നതിനെ നിയന്ത്രിക്കാനായിട്ട്. അങ്ങനെയാണ് സാംസ്കാരിക വളർച്ചയുള്ള സമൂഹം ഉണ്ടാകുന്നത്.
എന്നാൽ അതേസമയം അതുപോലെ തന്നെ ഭ്രൂണഹത്യക്കെതിരെ നിയമമുണ്ടായിരുന്നു, യുത്തനേഷ്യക്കെതിരെ, ദയാവധത്തിനെതിരെ നിയമമുണ്ടായിരുന്നു. പക്ഷേ 80-കൾക്ക് ശേഷം ഗർഭഛിദ്രത്തിനെതിരെ ശക്തമായ നിയമമുണ്ടായിരുന്നു. 80-ന് ശേഷം ഒരു പ്രത്യേകത കൈവന്നു. എന്താണ്? ഈ എതിരായ നിയമങ്ങളൊക്കെ മാറ്റി അനുകൂലമായ നിയമങ്ങളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ജീവനെതിരായ, അതായത് ദയാവധത്തിന് എതിരായിരുന്ന നിയമം മാറ്റി ദയാവധത്തിന് അനുകൂലമായ നിയമം, സ്വവർഗരതിക്ക് എതിരായ നിയമം മാറ്റി അനുകൂലമായ നിയമം എന്ന് പറഞ്ഞാൽ തിന്മയെ ലീഗലൈസ് ചെയ്യുക. അതിൽ ആദ്യത്തെ ഒരു നിയമനിർമ്മാണം നടന്നത് ഇന്ത്യയിലായിരിക്കും. 1971 ഭ്രൂണഹത്യയെ നിയമവിധേയമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി 1971. പക്ഷെ 80-കളെ കുറിച്ച് പറഞ്ഞു. 71 തന്നെ ഈ 80-ന് ശേഷം ഉണ്ടായത് കാത്തലിക് രാജ്യങ്ങളിൽ തന്നെ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായി. കാരണം അപ്പോൾ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ഈ നിയമം പാസ്സാക്കിയേ തീരൂ എന്നുള്ള അവസ്ഥയുണ്ടായി. UN-ലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇതിനനുകൂലിച്ചാലേ പറ്റുള്ളൂ എന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ തിന്മയെ നന്മയായും നന്മയെ തിന്മയായും കാണിക്കുന്ന നിയമനിർമ്മാണങ്ങൾ തന്നെ. കാരണം അതാണ് വിളക്ക്. ആ വിളക്ക് തന്നെ കെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് മാർപ്പാപ്പ ജീവന്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവന് ദുരിതം എന്ന ബൈബിൾ വചനം കോട്ട് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് ഷേക്സ്പിയറുടെ മാക്ബത്തിലാണെന്ന് തോന്നുന്നു. യക്ഷികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരാദ്യം പറയുന്നത് ഇങ്ങനെയാണ്: നന്മയൊക്കെ തിന്മ, തിന്മയൊക്കെ നന്മ, നന്മയൊക്കെ തിന്മ, തിന്മയൊക്കെ നന്മ. അങ്ങനെയാണ് ആ മാക്ബത്ത് ആരംഭിക്കുന്നത് തന്നെ. അതായത് ഒരു കൊലപാതകത്തിൻ്റെ കഥയാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ഗൗരവതരമാണ്. കാരണം സമൂഹം തന്നെ അതിനെ നിയമപരമായിട്ട് അംഗീകാരം കൊടുക്കുകയാണ്. ഉൽപ്പത്തിയിലെ ആ പ്രസക്തമായ ചോദ്യം എടുത്തു പറഞ്ഞിട്ടാണ് പാപ്പ ഈ പുസ്തകത്തിൽ എൻ്റെ സഹോദരൻ എവിടെ എന്നുള്ള ആ കായനോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരോടും അത് ചോദിക്കുന്നതായിട്ടാണ് പാപ്പ അതിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ സഹോദരൻ്റെ ജീവൻ്റെ കാവൽക്കാരൻ ഞാനാണ്. ആ ഒരു ദൗത്യബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനായിട്ട് പാപ്പ ഈ പുസ്തകത്തിലൂടെ പരിശ്രമിക്കുന്നു. അതായത് ഇതിലെ അന്നത്തെ ഒരു തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അബ്രാഹത്തിൻ്റെ കൂടെ 3 ദൈവദൂതന്മാർ ലോത്തിൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരോടുള്ള ഡിമാൻഡ് എന്താണ്? ഇതൊരു ലീഗലൈസ് ചെയ്യാനാണ്. അതായത് അവിടെ നടക്കുന്ന തിന്മകളെ ലീഗലൈസ് ചെയ്യാനാണ്. അതുപോലെ മാർപ്പാപ്പ അമേരിക്കയിൽ ചെന്നപ്പോൾ അന്ന് ചോദിച്ച ചോദ്യം ഇതാണ്: സ്വവർഗരതി ലീഗലൈസ് ചെയ്യണമെന്നതിനെ സപ്പോർട്ട് ചെയ്തോടെയെന്ന്. അപ്പോൾ അത്തരത്തിൽ ഭ്രൂണഹത്യയും ദയാവധവും ലീഗലൈസ് ചെയ്യാനുള്ള ശ്രമത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതികരണമാണ്. ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ ജീവനെതിരെ നടക്കുന്നു മാർപ്പാപ്പ ഇതിൽ വളരെ പറയുന്നത്. എന്നിട്ട് പറയാണ് മാർപ്പാപ്പ അതിൽ എടുത്തു പറയുന്നുണ്ട്, കസ്റ്റമൈസേഷൻ ഓഫ് സിൻ. അതന്നെ ലീഗലൈസേഷൻ കസ്റ്റം. അതായത് പാപത്തിന്റെ സമ്പ്രദായവൽക്കരിക്കുക, അത് ഡെയിലി റൂട്ടീനാക്കുക. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കും ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വളർത്തുക. അതേ ഇഷ്യൂ ആണ് ഇപ്പോൾ വ്യഭിചാരം ലീഗലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു സിന്നല്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണത്. തൊഴിലായിട്ട് അംഗീകരിക്കുക. കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. ഇവിടെയാണ് പാപ്പ ഇതിൽ വളരെ ശക്തമായിട്ട് ഗർഭഛിദ്രത്തിൻ്റെ എതിരെയുള്ള നിയമങ്ങൾക്കെതിരെയും അതിൻ്റെ കാരുണ്യവധം ലീഗലൈസ് ചെയ്യുന്ന ആ നിലപാടിനെതിരെയും ഒക്കെ വളരെ ശക്തമായിട്ട് ഈ ജീവൻ്റെ സുവിശേഷത്തിലൂടെ സംസാരിക്കുന്നു. അപ്പോൾ അതിൽ വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവനെ പരിപോഷിപ്പിക്കേണ്ട ആളുകളാണ് ദമ്പതികൾ. ജീവൻ നൽകുകയും ജീവനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ജീവനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഏറ്റവും പ്രധാനമായ കാരണം അവരുടെ തന്നെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് അവർ പ്രതിഷ്ഠിക്കുവാൻ തയ്യാറാകുന്നു. അതായത് ഈ ഗർഭനിരോധന മാധ്യമങ്ങളെ ഉപാധികളെയും കുറിച്ച് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന കാര്യമാണ്. കുടുംബത്തിന്റെ ഹൃദയത്തിൽ വെച്ച് തന്നെ ഈ ഗൂഢാലോചനയിൽ കുടുംബം പങ്കുചേരുന്നു.
എന്ന് പറഞ്ഞാൽ അതിൽ പറയണ 3 കാര്യങ്ങൾ. ഒന്ന് കോൺട്രസെപ്ഷൻ, ഗർഭനിരോധനം, ഈ വന്ധ്യകരണം, ഭ്രൂണഹത്യ. ഈ 3 കാര്യങ്ങളെ ഒരു ത്രികോണം പോലെയാണ് പറയണത്. മാഷ് നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്നും കൂടി ക്ലിയർ ആണെങ്കിൽ, ഈ MTP ആക്ടിൻ്റെ, ഇന്ത്യ പാസ്സാക്കിയ ഭ്രൂണഹത്യാനുകൂല നിയമത്തിൻ്റെ പ്രിയാമ്പിൾ വായിച്ചാൽ മതി. അതിൽ എന്തിനു വേണ്ടിയാണ് ഈ നിയമം പാസ്സാക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഭ്രൂണഹത്യ നിയമവിരുദ്ധമാകയാലും അനേകം സ്ത്രീകൾ നിയമവിരുദ്ധമായിട്ട് കൂടി ഭ്രൂണഹത്യ ചെയ്യുകയും അത് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ കുറ്റബോധം അനുഭവിക്കുകയും ചെയ്യുന്നതിനാൽ അവർ മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന നിലയിലാണ് ഇതിനെ ലീഗലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ MTP ആക്ട്, ഈ ഭ്രൂണഹത്യയ്ക്ക് അനുകൂലമായ നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഭ്രൂണഹത്യകളുടെ എണ്ണം കുറയുകയല്ല ചെയ്തത്, കൂടുകയും ചെയ്തത് മാത്രമല്ല, അതുപോലെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം 10 മടങ്ങായി. അതുപോലെ തന്നെ ഈ MTP ആക്ട് കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ഭ്രൂണഹത്യ നടത്തുന്ന അവസരത്തിൽ സ്ത്രീകൾ മരിക്കുന്നു. അത് ഇങ്ങനെ അനധികൃതമായ ഈ ഗർഭചിതങ്ങൾ വർദ്ധിക്കുന്നു. അതിൻ്റെ പേരിൽ കൂടെയാണ്, സ്ത്രീയുടെ രക്ഷയെ കരുതി കൂടെയാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് അന്നത്തെ പാർലമെൻറ്റ്. എന്നിട്ടും ഈ നിയമം വന്നിട്ടും ഇന്നും 1 ലക്ഷം അമ്മമാരിൽ 781 പേര് ഭ്രൂണഹത്യ മൂലം മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമം കൊണ്ടുവന്നതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടായെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളേറെ ഇതിലുണ്ടായ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സാർവത്രികവൽക്കരിച്ചപ്പോൾ ഇപ്പോൾ കുടുംബത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് കടന്നു വന്നാൽ അമ്മായിമ്മയും മരുമകളും ഭർത്താവും വീട്ടുകാരൊക്കെ കൂടി ആലോചിക്കുന്ന ആദ്യ കാര്യം ഇത് തുടരണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ആശുപത്രിയിൽ ചെന്ന ആദ്യം കേൾക്കുന്ന ചോദ്യം ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ തുടരുന്നുണ്ടോ എന്നാണ് ഒരു ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം. കുടുംബം ജീവന്റെ വിശുദ്ധ ആകാരം എന്നാണ് പാപ്പ പറയണത്. അതായത് കുട്ടിക്ക് സംരക്ഷണം ലഭിക്കേണ്ട ആൾക്കാരാണ് അവർ തന്നെയാണ് ഇതൊരു ചർച്ച ചെയ്യണത്. വീട്ടിൽ ആഹ്ലാദകരമായിട്ടാണ് ഇത് ചർച്ച ചെയ്യണത്. എന്തെന്ന് വെക്കില്ല, അല്ലാതെ ദുഃഖകരമായിട്ടല്ല. മാർപ്പാപ്പ അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതനായിരിക്കേണ്ട, അല്ലെ സുരക്ഷിതയായിരിക്കേണ്ട ഇടമാണ്. അവിടം കൊള്ളക്കളമായിട്ട് മാറുന്നു. ആ ഒരു അവസ്ഥയിലാണ്. ഈ ചിലപ്പോഴൊക്കെ ഡോക്ടർമാർ പലരോടും ദേഷ്യപ്പെടുന്നു. 3ാമത്തെ 4ാമത്തെ പ്രസവത്തിന് ചെല്ലുന്ന ദമ്പതികളോട് പലരും ദേഷ്യപ്പെടുന്നു. നീയൊക്കെ മരിച്ചു പോകാനാണോ ഇങ്ങനെ 4ാമത് ഗർഭം ധരിച്ചതെന്ന് ചോദിക്കുന്ന അവസ്ഥ ഇന്നുണ്ട്. ഇത് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ചർച്ച കേൾക്കുന്ന ചിലരെങ്കിലും പറയും, നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ടാണ് കുറ്റബോധം ഉണ്ടാവണേന്ന്. അപ്പോൾ പ്ലാറ്റോയുടെ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഇത് തീയിൽ കൈ കൊണ്ടാൽ കൈ പൊള്ളുന്നത്, പൊള്ളുന്ന അറിഞ്ഞാലും പൊള്ളും, പൊള്ളുന്ന അറിഞ്ഞില്ലെങ്കിലും പൊള്ളും. അപ്പോൾ ഇത് കുറ്റബോധം എന്ന് പറയുന്നത് അറിവിൻ്റെ പ്രശ്നമല്ല, അത് ആ പ്രവൃത്തിയുടെ തന്നെ സ്വാഭാവികമായ ഫലമാണ്. അത് കായേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കായേൻ തൻ്റെ സഹോദരനെ കൊന്നു കഴിയുമ്പോൾ ദൈവം ശാപവാക്കുകൾ ഉച്ചരിച്ചു എന്ന രീതിയിലാണ് നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. മാർപ്പാപ്പ പറയാണ്, ദൈവം അങ്ങനല്ല പറഞ്ഞത്. നിന്റെ സഹോദരൻ്റെ രക്തം വീണ ഭൂമി, അതിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അപ്പം ദൈവം ശപിക്കുകയല്ല ചെയ്യുന്നത്, പറയാണ് നിന്റെ പ്രവൃത്തിയുടെ ഫലമായി ഈ ഭൂമി നിന്നെ ശപിക്കപ്പെട്ടവനെ ഗണിക്കും. അപ്പൊ ആ ഒരു എന്നിട്ട് അതിൽ നിന്ന് നിന്നെ ഞാൻ സംരക്ഷിക്കാൻ പക്ഷേ നെറ്റിത്തടത്തിൽ. അപ്പം കൊലപാതകം ചെയ്ത കായേനെ പോലും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ദൈവം ഭ്രൂണഹത്യ ചെയ്തതിൻ്റെ കുറ്റബോധത്തിലിരിക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ എത്ര അധികം സ്നേഹത്തോടെ സ്വീകരിക്കില്ല എന്നുള്ളത് പുസ്തകത്തിൽ ഭ്രൂണഹത്യ ചെയ്തവരോട് പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ കുറ്റബോധത്തിലേക്കല്ല പോകേണ്ടത്. പക്ഷെ ചെയ്ത പ്രവൃത്തി തന്നെയാണ്, തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ പ്രായമായ മാതാപിതാക്കളെ അല്ലെങ്കിൽ രോഗം മൂലം ക്ലേശിക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നമ്മളെടുക്കുന്ന മനോഭാവം.
ദേവതമൊക്കെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. അതെ 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 അതെ, അവരെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പരിചരിക്കാനും എത്ര പ്രയാസപ്പെട്ടാലും അവരെ ശുശ്രൂഷിക്കാനും അവരോടൊത്ത് ചേർന്ന് നിൽക്കാനും. ദൈവശാസ്ത്രം നമ്മൾ പറയണത് സിക്ക് ബെഡിൽ എപ്പോഴും ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ്. അവിടെ അവരോട് ചേർന്ന് ഈശോ എപ്പോഴും നിൽക്കുന്നു. ആ ഒരു സാന്നിധ്യം കണ്ട് ശുശ്രൂഷിക്കുന്ന മനോഭാവത്തിൽ നിന്നും അതൊരു ഭാരമായി കാണുന്ന മനോഭാവത്തിലേക്ക് ആളുകൾ മാറിയപ്പോഴാണ് ഭാരം ഒഴിവാക്കുക. അപ്പൊ എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, അതങ്ങോട്ട് ഒഴിവാക്കുക. ആ ഒരു രീതിയിലാണ് ദയാവധം അവരൊഴിവാക്കലാണ് ദയാവധവും കാരുണ്യവധവും. വീണ്ടും ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദയാവധം എന്ന പേര് തന്നെ ഒരു മിസ്നോമറാണ്. അതെ അതെ അതെ, കള്ളൻ പവിത്രൻ. കള്ളൻ പവിത്രൻ അല്ലെങ്കിൽ ദയ എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ ദയ സ്നേഹത്തിന്റെ പര്യായമാണ്. സ്നേഹത്തോടെ ആരെ കൊല്ലാൻ പറ്റുക? അപ്പോൾ മാർപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നന്മയെ തിന്മയെന്ന് വിളിക്കുക. ആ ഒരു പ്രവണത അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരുപക്ഷെ മാർപ്പാപ്പ ഇത് ഭ്രൂണഹത്യയിലോ ദയാവധത്തിലോ ഒന്നും ഒതുക്കി നിർത്തുന്നില്ല. മാർപ്പാപ്പ ഒരു സ്റ്റെപ്പും കൂടെ കടന്ന് കൃത്രിമ ജനന മാർഗങ്ങളിലെ ദൂഷ്യവശങ്ങൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത കൃത്രിമ ജനന മാർഗങ്ങളിലെ ദൂഷ്യവശങ്ങളെക്കുറിച്ച്, അതിൽ കുഞ്ഞുങ്ങളുടെ എംബ്രിയോസ് എന്ന് പറഞ്ഞാൽ ഭ്രൂണങ്ങൾ എന്നല്ല പറയേണ്ടത്. ഭ്രൂണം എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറയുന്ന പോലെയാണ്. മാർപ്പാപ്പ പറയാണ് അവർ കുഞ്ഞുങ്ങളാണ്, മനുഷ്യ വ്യക്തിയാണ്, പൂർണ്ണ മനുഷ്യ വ്യക്തിയാണ്. പൂർണ്ണ മനുഷ്യ വ്യക്തി ആയിരിക്കുമ്പോൾ എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ കൃത്രിമ ജനന മാർഗങ്ങളിലെ ജീവൻ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദന മാർപ്പാപ്പ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു രേഖ കൂടിയാണ് ജീവൻ്റെ സുവിശേഷം. ജീവൻ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെക്കുറിച്ചും വളരെ ആധികാരികമായി ആത്മഹത്യയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഇതിനെ ശരിക്കും മനസ്സിലാകണമെങ്കിൽ മാർപ്പാപ്പ ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു ചാക്രിക ലേഖനം എഴുതുന്നുണ്ട്. ആ ചാക്രിക ലേഖനത്തിൻ്റെ പേരാണ് കർത്താവും ജീവദാതാവും. ഈ കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനത്തിൻ്റെ കണ്ടന്റ് ഇതാണ്: ഈ ജീവൻ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ജീവൻ തരുന്നത് പരിശുദ്ധാത്മാവായ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അത് പ്രത്യേകിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവം തൻ്റെ ആത്മാവിനെ, ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നു. അത് യേശു പറയുന്നുണ്ട്, പൗലോസ്ലീഹ അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ നഷ്ടത്തിനുള്ള കാരണം. അതുകൊണ്ട് എന്തുണ്ടാവണു? നാം ജഡത്തിന് കീഴ്പ്പെടുകയാണ്. ജഡത്തിൻ്റെ സ്വാഭാവികത മരണമാണ്. എല്ലാ ജഡവും മരണവിധേയമാണ്. ജഡം, ആത്മാവ് ജീവൻ നൽകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ ജഡികരായി ജീവിക്കുന്നത് നിങ്ങൾ തീർച്ചയായും മരിക്കും. ആ ജഡിക പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്ന സംസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുള്ള പുലയടിയന്തരത്തിന് പാടുന്ന പാട്ടിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നരനായി ഈ ഭൂമിയിൽ ജനിച്ചാൽ മൃതിതാൻ അന്ത്യം, അല്ലേ? കൃത്യമായിട്ട് പറയാണ്, നീ മരിക്കും. അപ്പോൾ ഈ ആത്മാവിനെ ദൈവത്തിനെ നാം നിഷേധിക്കുകയും ഈ ഭൗതിക ലോകത്തെ മാത്രം നാം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാഭാവിക അനന്തര ഫലമാണ് കൾച്ചർ ഓഫ് ഡെത്ത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സഹോദരനെ കൊല്ലാനും ഒരു വംശത്തെ ഇല്ലാതാക്കാനും വംശീയ സംഘടന നടത്താനും എല്ലാറ്റിനുമുള്ള ഒരു പ്രേരണ വരുന്നത്. സഹോദരന് സ്ഥലമില്ല. അത് ഹത്യകൾ അതാണല്ലോ തെളിയിക്കണത്. ഒരു നിസ്സാര കാരണത്തിന്മേലാണ് അവർ ആ കൊല്ലല് തുടങ്ങുന്നത്. പിന്നെ അത് റുവാണ്ടൻ കൂട്ടക്കൊല്ലൽ അങ്ങനെയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്നത്. ഒരു വംശത്തിൽപ്പെട്ട പ്രധാനമന്ത്രിയെ കൊന്നത് മറ്റൊരു വംശത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് അല്ല, ഒരു റൂമർ. അതിന്റെ പുറത്താണ് ആ കൊലപാതകങ്ങൾ. നമുക്കറിയാം കാണ്ടമാലിലെ അതേപോലെ 95 പാപ്പ എഴുതിയ ഈ പുസ്തകം ഇന്നും ഇതിൻ്റെ ചർച്ചകൾ, ഇന്നും ഇതിൻ്റെ വിഷയം എത്രത്തോളം പ്രസക്തമാണെന്നാണ് ഞാൻ ഓർക്കുക. 95 നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവനെതിരെയുള്ള തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ കാരണം ദൈവത്തെ നിഷേധിച്ചാൽ നമുക്ക് അപരന് കൊടുക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ലേ? ഞാൻ ഈവൻ നമ്മുടെ മഹാഭാരതത്തിൽ പോലും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. കൗരവന്മാർ പഞ്ചപാണ്ഡവന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സൂചി കുത്താനുള്ള ഇടം പോലും തരില്ല. സൂചി കുത്താനുള്ള
ഇടം, നോ സ്പേസ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വേറൊരാൾക്ക് കടന്നു വരാൻ സ്ഥലം വേണോ വേണ്ടയോ? ഒരാൾ ദൈവനിഷേധിയാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയുക? അപരന് കൊടുക്കുന്ന സ്പേസ് ഉണ്ടോ ഇല്ലയോ? അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം മരണസംസ്കാരം എന്ന് പറയുന്നത് അപരനെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഇല്ലാണ്ടാവുകയാണ്. ഞാൻ വലുതായി ലോകം മുഴുവൻ ഞാൻ നിറഞ്ഞു നിൽക്കുക. ഇതിനെക്കുറിച്ച് ഈശോ പറഞ്ഞത് നീ ചെറുതാവുകയും എത്രമാത്രം ഉന്നതമാണോ അത്രയും. അതായത് ഇതൊക്കെ ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ സീസറിനെ വധിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: നൗ റോം ഈസ് എ റൂം, നൗ റോം ഈസ് എ റൂം, ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ ദാറ്റ് ഈസ് സീസർ. റോം ഇപ്പോൾ ഒരു മുറിയായി മാറിയിരിക്കുന്നു, ആ മുറിയിൽ സീസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തെ നാം നിഷേധിക്കുകയാണെങ്കിൽ ഞാനാണ് അനന്തത. മരണസംസ്കാരം എന്നാൽ സ്വാർത്ഥതയുടെ ഒരു സംസ്കാരം എന്നാണ് പാപ്പ ഇതിൽ ഊന്നി പറയുന്നത്. ഇങ്ങനെ ഉള്ള ഒരു മരണസംസ്കാരം പടരുന്ന ഈ ലോകത്തിൽ മാർപ്പാപ്പ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നമുക്കൊന്നു ചേർന്ന് ഒരു ജീവൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കാമെന്നാണ്. അപ്പോൾ അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് മാർപ്പാപ്പ പിന്നീട് ഈ ലേഖനത്തിൽ പറയുക. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ അന്യൻ്റെ ജീവന് വേണ്ടി അന്യൻ്റെ ജീവനെ സംരക്ഷിക്കാനായിട്ട് ഞാൻ പ്രവർത്തിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അനാഥരാക്കപ്പെടുന്നവരെ ദത്തെടുക്കണം. അതേപോലെ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണം. അത് എത്രാമത്തെ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ കുഞ്ഞ് ജനിച്ചതെന്ന് പോലുമോ നോക്കാതെ ആ കുഞ്ഞിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രഘോഷിക്കാനുള്ള അവസരമായിട്ട് തന്നെ കാണണം. അപ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ പാപ്പ ഈ അവിഹിത ഗർഭധാരണത്തിൽ പോലുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെന്ന് മാത്രമല്ല, ആ കുഞ്ഞിനെതിരെ നിഷേധാത്മകമായൊരു വാക്കുപോലും പറയരുത്. ആ കുഞ്ഞ് ഉരുവായത് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിലാണ്. അതാണ് അവൻ്റെ മഹത്വം. അപ്പോൾ ആ ഒരു മഹത്വത്തോടെ ആ കുഞ്ഞിനെ നോക്കിക്കാണാനും സംരക്ഷിക്കാനുമുള്ള ഒരു വിളിയാണ്. വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞ് പറയുമ്പോൾ മാർപ്പാപ്പയുടെ ഈ അപ്പസ്തോലയിൽ ഈ ലേഖനത്തിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അനേകരിങ്ങനെ ഇതിനുവേണ്ടി പരിശ്രമിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം. അവരുടെ കുടുംബത്തിലേക്ക് അനാഥരെയും മാനസിക രോഗികളെയൊക്കെ വിളിച്ച് ഇവിടെ ചില സ്ത്രീകളുണ്ട് മനോരോഗികളായിട്ടുള്ളവരെ അതുപോലെ അൺവെഡഡ് മദേഴ്സിന് കുഞ്ഞുങ്ങൾ അവരെ പ്രസവിക്കുന്നത് വരെ അവരുടെ കൂടെ നിൽക്കും, അവരെ കുഞ്ഞിനെ. ജീവന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്വാധീനമാണ് നമ്മുടെ സഭയിൽ പ്രോലൈഫ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തത്. നമ്മൾ മാർപ്പാപ്പ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ജീവന് വേണ്ടി. മാർപ്പാപ്പ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കത്തോലിക്കരെ ഉദ്ദേശിച്ച് പറയുന്ന രണ്ട് വാക്കുകൾ: ദ പീപ്പിൾ ഓഫ് ലൈഫ്, പീപ്പിൾ ഫോർ ലൈഫ്, ജീവൻ്റെ ജനം, ജീവന് വേണ്ടിയുള്ള ജനം. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ മാർപ്പാപ്പ പറയാണ്, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പോൾ ഈശോയിൽ നിന്ന് രൂപപ്പെട്ട കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ്? അത് പ്രോ ലൈഫാണ്. എല്ലാ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തമാണ്. ചിലപ്പോഴെങ്കിലും വിചാരിക്കുന്നത് പ്രോ ലൈഫ് അല്ല. എല്ലാ ക്രിസ്ത്യാനികളും ശരിക്കും ജീവനെ കടപ്പെട്ടവരാണ്. വിളിയിൽ തന്നെ അവൻ ജീവനെ പോഷിപ്പിക്കാൻ മാത്രമല്ല, ഇതിൻ്റെ അനന്തര ഫലമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിൽ വാർദ്ധക്യത്തിലെത്തിയവരെ മരിക്കാൻ അനുവദിക്കുക എന്നതിന് പകരം ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നതാണ് പാലിയേറ്റീവ് കെയർ. അവരുടെ വാർദ്ധക്യ ക്ലേശങ്ങളിൽ അവർക്ക് ക്വാളിറ്റി, അവരുടെ ലൈഫ് ക്വാളിറ്റി ഉള്ളതാക്കുക എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഒരു വീട്ടിലെ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ വിളിച്ചു ചോദിച്ചു, എൻ്റെ അമ്മ 90 വയസ്സായി, സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ജീവനെ സംരക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജൂബിലി മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക് വിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഇപ്പോൾ ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ട് ആരുടെ വീട്ടിലും വയസ്സായ രോഗികൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നഴ്സും ഡോക്ടറും വന്ന് ശുശ്രൂഷിക്കും. അത് മാത്രമല്ല, പക്ഷേ
ജൂബിലിയിൽ ഇപ്പോൾ ആരംഭിച്ച ഒരു പുതിയ പ്രസ്ഥാനമാണ് ജൂബിലി ഓൺ ദ സ്ട്രീറ്റ്സ്. അത് ശരി. അതിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ ബഹുമാനപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടർ അച്ഛൻ അവിടെ പഠിക്കുന്ന കുട്ടികളും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് എല്ലാ ഞായറാഴ്ചയും തൃശ്ശൂരിൻ്റെ വീഥികളിലൂടെ പോയി അവിടെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന രോഗികളെ കണ്ട് ശുശ്രൂഷിച്ച് മരുന്നുകൾ നൽകി അവരെ മാന്യമായിട്ട് ജീവിക്കാൻ, അവരെ ഒരുപക്ഷെ പുനരധിവസിക്കാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷേ എങ്കിൽ പോലും അവരുടെ ആ അവസ്ഥയിൽ അവർക്കൊരു കുറച്ചുകൂടി ഡിഗ്നിറ്റിയോടെയുള്ള ജീവിതം സുവിശേഷത്തിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് സഭ നടത്തുന്ന പല സ്ഥാപനങ്ങളും, എനിക്ക് തോന്നുന്നു ഈ അൺവെഡ് മദേഴ്സിൻ്റെ ഒരു സ്ഥാപനം തൃശ്ശൂർ അതിരൂപതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം അഡോപ്ഷൻ സെന്റേഴ്സ്, ജീവൻ അപകടത്തിലായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ജീവൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടെയാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതിലേറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട നാമം എന്ന് പറയുന്നത് കുണ്ടുകുളം പിതാവിൻ്റെയാണ്. കാരണം കുണ്ടുകുളം പിതാവും വെളങ്ങാടനച്ഛനും നിർമ്മലദാസി സിസ്റ്റേഴ്സും ഇവർ 3 പേരും ഒന്ന് ചേർന്ന് തൃശ്ശൂർ രൂപതയുടെ ഒരു മുഖച്ഛായ മാറ്റിയെടുത്തവരാണ് ഇവർ 3 പേര്. അവരെ പ്രത്യേകം നമ്മൾ ഈ കാര്യത്തിൽ ഓർമ്മിക്കേണ്ടത്. ഈ ചർച്ചകളിൽ ഈ ജീവന്റെ സംസ്കാരം വളർത്താനായിട്ട് പരിശ്രമിച്ച എല്ലാ വന്യ വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും, അപ്പോൾ അതിന് ഈ ശുശ്രൂഷാ രംഗങ്ങളിലൊക്കെ സേവനം ചെയ്യുന്ന, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന എല്ലാ അൽമായരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. തോമസ് ഏട്ടൻ മുതൽ സ്നേഹാലയ തോമസ് ഏട്ടനോളം ആളുകൾ ജീവന്റെ സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾ നമ്മൾ പ്രധാനമായിട്ടും അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരുമിച്ച് ഈ ജീവൻ്റെ സുവിശേഷത്തിൻ്റെ ഈ ഒരു പ്രധാന പ്രമേയം നമുക്ക് സ്വീകരിക്കാം. ഒരു കാര്യം കൂടി എനിക്കൊന്ന് ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. മാർപ്പാപ്പ അതിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ, അല്ലെ, ഈ പുതിയ തലമുറയെ ജീവനോട് ചേർന്ന് നിൽക്കാൻ പഠിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ജീവൻ്റെ വിലയെക്കുറിച്ച്, വാല്യൂ ഓഫ് ലൈഫ്, അതാണ് പ്രോ ലൈഫ് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ പ്രസക്തി. അതേപോലെ തന്നെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്, ഈ കോൺട്രാസെപ്റ്റീവ് മെൻറ്റാലിറ്റിക്ക് എതിരായിട്ട് മാർപ്പാപ്പ പറയുന്ന ഒരു വലിയ ഒരു കാര്യം ഇതാണ്, കോൺട്രാസെപ്റ്റീവ് മെൻറ്റാലിറ്റിയാണ് ഏറ്റവും വലിയ തിന്മ, ഗർഭനിരോധന മനോഭാവം. അപ്പോൾ ആ മനോഭാവത്തിനെതിരെ പഠിപ്പിക്കാൻ, അതേപോലെ തന്നെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് പ്രോത്സാഹിപ്പിക്കാൻ. ഡോക്ടർ പറയുമ്പോൾ ഓർക്കായിരുന്നു, ഈ അടുത്ത കാലത്ത് ചിക്കാഗോ രൂപതയുടെ സഹായമെത്രാനായി ജോയ് പിതാവ് പങ്കുവെച്ചത് ഓർക്കാം. പിതാവ് അവിടെ പരിചയപ്പെട്ട ഒരു കുടുംബം, 11 മക്കളാണ്. ഒരു കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് നമ്മളുടെ നടുവിലൂടെ എല്ലാവരും കൂടെ കയറി വരുന്നു. അപ്പോൾ പിതാവ് വിളിച്ചു ചോദിച്ചു, എന്താ ഇങ്ങനെ ഇത്രയും? അപ്പോൾ അതൊരു ഇടവകയ്ക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറാൻ. എന്താ പറയുക, 11 മക്കളും ഇടവകയിലെ വ്യത്യസ്തമായ സംഘടനകളിൽ ആക്റ്റീവാണ്, അംഗങ്ങളാണ്. അപ്പോൾ അവർ ആ സ്ത്രീ ഇതുപോലെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ഇതിൽ വലിയ കുടുംബങ്ങൾ സഭയുടെ സമ്പത്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, സഭയിൽ നൽകുന്ന സാക്ഷ്യം എത്ര വലുതാണെന്ന് വളരെ കൃത്യമായിട്ട് ജീവൻ്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. പ്രധാനമായിട്ടും ക്രിസ്തീയതയെന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതശൈലി എന്ന് പറയുന്നത് ഒരു സ്നേഹ സംസ്കാരം വളർത്തിയെടുക്കലാണ്. ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന ഉപഭോഗ സംസ്കാരത്തിനായി എതിരായി യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കുക. അതാണ് സ്നേഹത്തിൻ്റെ സന്തോഷത്തിലുടനീളം യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയുകയായിരുന്നു. അതുപോലെ തന്നെ മരണസംസ്കാരത്തിനെതിരായി ഒരു ജീവൻ്റെ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുക. ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ കുടുംബം ജീവൻ്റെ വിശുദ്ധാകാരം, കുടുംബം ജീവൻ്റെ സക്രാരിയാണ് എന്നാണ് ഈ ജീവൻ്റെ സുവിശേഷത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുക. കുടുംബങ്ങളുടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ച ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഓരോ മനുഷ്യജീവനെയും അതിൻ്റെ ആരംഭ നിമിഷം മുതൽ സ്വാഭാവിക അന്ത്യം വരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. ഈ ദിശയിലൂടെ മാത്രമേ നിങ്ങൾ നീതിയും വികസനവും യഥാർത്ഥ സ്വാതന്ത്ര്യവും സന്തോഷവും കണ്ടുമുട്ടുകയുള്ളൂ. ഈ ചർച്ചകൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ജീവൻ്റെ പക്ഷത്ത് നിൽക്കാൻ നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഈ ലോകത്ത് യഥാർത്ഥ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് ഒന്നുചേർന്ന് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ഒരു ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നയിക്കട്ടെ.
എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം, ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം.